നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് വന്നപ്പോൾ ആദ്യ ഓർമ്മയിൽ വന്നത് കേരളത്തിലെ ആദരണീയനായ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ ടി.എച്ച്. മുസ്തഫയെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പണ്ടത്തെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകം പെട്ടെന്നാണ് മനസ്സിലോടിയെത്തിയത്. ഇത് മുതുകാള പശുവിനെ നിനക്കെടുത്തിയ പോലെ ആയിപ്പോയി എന്നാണ് ഏതോ ഒരു കാര്യം വിശദീകരിച്ച കൂടെ അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ സ്വാധീനം ഇല്ലാത്ത മേഖലകളിൽ പോലും കണക്ക് പറഞ്ഞ് വിലപേശി ആ തേജസ്വി യാദവിനെ ഒടുവിൽ കറക്കി പുന്നേലടിച്ച് കണ്ടമാനം സീറ്റുകൾ കോൺഗ്രസുകാർ കരസ്ഥമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ കഴിഞ്ഞ പ്രാവശ്യം നേടിയ 19 സീറ്റ് പോലും 70-ൽ മത്സരിച്ചിട്ട് 19 സീറ്റ് നേടി ഇത്തവണ അതുപോലും നേടാനാവാതെ 2 അക്കം കടക്കാനാവാത്തൊരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തി. ഈ അവകാശവാദങ്ങൾക്ക് അവർ കാരണം പറഞ്ഞുകൊണ്ടിരുന്നത് പണ്ട് ആനപ്പുറത്തിരുന്നപ്പോഴത്തെ തഴമ്പ് ഞങ്ങളുടെ എങ്ങാണ്ടൊക്കെയോ ഉണ്ടെന്നാണ്. ഇത് തന്നെയുമല്ല, ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ താനാ മുടിയണം, തന്റെ അയൽപക്കവും മുടിയണം എന്നുള്ള രീതിയിൽ മഹാസഖ്യത്തിലെ തന്നെ ഇടതുപക്ഷമടക്കമുള്ള ഘടകകക്ഷികളുടെ 10-15 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം എന്ന പേരിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി വേണ്ട അള്ളു വെച്ചു. ആ സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടത് തന്നെയല്ല, അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ മൊത്തം ബാധിക്കുകയും ചെയ്തു. നാട്ടുംപുറത്ത് വലിയ കാരണവർ തേങ്ങ ഇടുമ്പോൾ അനന്തിരവന്മാർ ഓരോ തേങ്ങ എടുത്തുകൊണ്ട് ഓടും. അവസാനം ഓടി 2 അനന്തിരവന്മാർ ഒളിച്ചത് ഒരു സ്ഥലത്താണ്. അവിടെ കിടന്നുകൊണ്ട് ഇവൻ തേങ്ങ എടുത്തു എന്ന് പറഞ്ഞ് പരസ്പരം വിളിച്ചു പോകും. ഒടുവിൽ ഈ ബഹളം കേൾക്കുമ്പോൾ വലിയ കാരണവര് വന്ന് ഈ 2 പേരുടെയും കയ്യിലിരുന്ന തേങ്ങ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി കോൺഗ്രസിന്റെ ആ സൗഹൃദ മത്സരം. എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് കാണുന്നത്. ഇവരെയും കൂട്ടിയാണല്ലോ ഇനി മതനിരപേക്ഷ ഭാരതം കെട്ടിപ്പടുക്കാനായി ഇറങ്ങിത്തിരിക്കുന്നത്. കൂട്ടുകാരെ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പള്ളിപ്പുറം പ്രദീപ് കുമാർ.